വീട്ടിൽ തയ്യാറാക്കിയ പലഹാരങ്ങളുമായി +1 വിദ്യാർത്ഥി രാഹുൽ, അനുജത്തി 10ാം ക്ലാസ്സുകാരി രേഷ്മ എന്നിവർ പത്തനംതിട്ട അടൂർ ലക്ഷ്യമാക്കി സ്കൂട്ടറിൽ പോവുകയാണ്. അടൂർ നഗരത്തിൽ റോഡരികിൽ പലഹാരപ്പൊതികളുമായി വിൽപ്പനയ്ക്കിരിക്കുന്ന ഈ സഹോദരങ്ങൾ എല്ലാവർക്കും സുപരിചിതരാണ്. പക്കാവട, പപ്പടബോളി, അവൽ എന്നിവയാണ് വിൽപ്പനയ്ക്കുള്ളത്. സ്വന്തമായി അധ്വാനിച്ച് അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്നതിൽ ഇവർക്ക് അഭിമാനമേയുള്ളൂ. പഠിക്കേണ്ട സമയത്ത് ഇവർ എന്തിനാണ് പലഹാര കച്ചവടവുമായി റോഡരികിൽ ഇരിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അച്ഛൻ രാമുവിന് കണ്ണിന് കാഴ്ചയില്ല. അമ്മ ബിന്ദു ആസ്മ രോഗിയാണ്. വീട് പുലർത്തണമെങ്കിൽ വരുമാനം കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെയാണ് രാഹുലും രേഷ്മയും റോഡരികിൽ പലഹാര കച്ചവടം തുടങ്ങിയത്. അച്ഛന് പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല, കണ്ണ് കാണാത്തോണ്ട്. പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് വയ്യാതെ വന്നു. അപ്പൊ ചായലോടും മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു. അന്നേരം പിന്നെ വീട്ടിൽ അരിയൊക്കെ മേടിക്കാൻ അച്ഛനും പോകാൻ പണിക്ക് നോക്കാത്തോണ്ട് എന്റെ അടുത്ത് ചോദിച്ച് ബോളി ഉണ്ടെങ്കിൽ തന്നാ കൊണ്ട് വിൽക്കാമോന്ന് ചോദിച്ചു. ആദ്യമേ സൈക്കിളില് ഞങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ കൊണ്ടുനടന്ന് വെച്ച് സൈക്കിളെ വെച്ച് കൊട്ട വെച്ച്. പിന്നെ അച്ഛൻ പറഞ്ഞ അടൂർ നമുക്ക് പോകാം കഴിഞ്ഞ വർഷം ഓണത്തിന്. അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇപ്പൊ 2 വർഷമാണ്. അങ്ങനെ കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് ഒരു അച്ഛനെ കൂടെ വന്ന് അച്ഛന് പിന്നെ വയ്യാതായി. ഇപ്പൊ പെങ്ങള് വരാൻ തുടങ്ങി. കച്ചവടം കുഴപ്പമില്ല. ഞാൻ രാവിലെ 4 മണിയാകുമ്പോ എണ്ണിക്കും. വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. പശുവിനൊക്കെ വെള്ളം കൊടുത്ത് അമ്മയും കൊണ്ട് ഒറ്റയ്ക്കൊക്കെ തിരി സുഖമില്ലാത്തതുകൊണ്ട് പശുവിനും കോഴിക്കൊക്കെ തീറ്റി കൊടുത്ത് ഞാൻ 8 വരെ അമ്മ ക്ലാസ്സിന് പോയിട്ട് വൈകിട്ട് 4:30 വരെ ക്ലാസ്. 4:30 കഴിഞ്ഞ് ഇവിടെ അടൂർ കച്ചവടത്തിന് വന്നിട്ട് 8 മണി തൊട്ട് ഒരു 10-12 മണി വരെ പഠിക്കാനുള്ള പഠിക്കും. എന്നിട്ട് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം അതേപോലെ രാവിലെ എണ്ണിച്ച് ചെയ്യാനുള്ള ജോലിയെല്ലാം ചെയ്ത് അങ്ങനെ സ്കൂളിൽ പോകും. പെങ്ങളെ സ്കൂളിൽ വിടും. രാവിലെ തയ്യാറാക്കുന്ന രാവിലെ അമ്മ 8 മണിയാകുമ്പോൾ എണ്ണിക്കും. 8 മണിയൊക്കെ ആകുമ്പോൾ എണ്ണിച്ചിട്ട് 10 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇതുണ്ടാക്കാൻ. 2 മണിയാകുമ്പോഴത്തേക്ക് കഴിയും. പിന്നെ ഇതെല്ലാം ആറി തണുത്ത് 3:30-3:15 ആകുമ്പോൾ പാക്ക് ചെയ്ത് വെക്കും. 4:30 ആകുമ്പോൾ ഞങ്ങൾ വന്ന് കഴിച്ച് അനിയത്തി വരും. ഞാൻ 4:30 വരെ ക്ലാസ്. അമ്മ ബിന്ദുവാണ് പലഹാരങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്നത്. സ്കൂൾ വിട്ട് 4:30 രാഹുലും രേഷ്മയും വീട്ടിലെത്തും. പലഹാരങ്ങൾ നിറച്ച സഞ്ചിയുമായി ഇരുവരും സ്കൂട്ടറിൽ അടൂരിലേക്ക് പുറപ്പെടും. രാത്രി 7 മണിയാകുമ്പോഴേക്കും പലഹാരങ്ങളെല്ലാം വിറ്റഴിയും. ചിലപ്പോ നേരത്തെ തീരുവാണെങ്കിൽ 7:30 ആകുമ്പോ പോകും, അല്ലെങ്കിൽ 8 മണി. അവരെല്ലാരും സപ്പോർട്ടാണ്. പിന്നെ ടീച്ചർമാരെല്ലാരും സപ്പോർട്ടാണ്. എല്ലാരും പറയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം എന്നൊക്കെ പറയും. അവര് വേറെ ഒരു ഇതിലൊന്നും ചെന്ന് ചാടരുത്, അച്ഛനെ അമ്മയെ സഹായിച്ച് തന്നെ ജീവിക്കണം, ഇതിനേക്കാൾ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്നത്. എനിക്ക് നഴ്സിംഗ് ആവണമെന്ന് ആഗ്രഹം. മനസ്സിലെല്ലാരും ചിലരൊക്കെ വന്ന് ചോദിക്കും എന്തിനാ ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഇതേ അച്ഛനമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടാ എന്നൊക്കെ പറയും. 60-65 എണ്ണം സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരെല്ലാരും ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാം സപ്പോർട്ടാണെന്നൊക്കെയാ പറയുന്നത്. എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ അവരെല്ലാം ഒരു കെട്ടായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബാക്കിയുള്ള കച്ചവടക്കാരെല്ലാവരും സപ്പോർട്ടാ. പലഹാരങ്ങളെല്ലാം വിറ്റ് വീട്ടിലെത്തിയ ശേഷമാണ് പഠനം. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിനാൽ സ്കൂളിൽ ഹീറോകളാണ് ഇരുവരും. ഭാവിയിൽ ഒരു ബിസിനസ്മാൻ ആകണമെന്നാണ് രാഹുലിന്റെ ആഗ്രഹം. നഴ്സ് ആകണമെന്നാണ് രേഷ്മയുടെ ആഗ്രഹം. എനിക്ക് കണ്ണിന് കാഴ്ച വളരെ കുറഞ്ഞു. എനിക്കിപ്പം മറ്റു പണിക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായി, വീട്ടിലായിപ്പോയി. അപ്പം ഇങ്ങനെ ഒരു മാർഗം ഞാൻ പിള്ളേരോട് പറഞ്ഞു, അവർ സ്വീകരിച്ചു. ആദ്യം മോനും ഞാനും കൂടെ ആയിരുന്നു തുടങ്ങിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ അസുഖം വരുന്ന കാരണം മോന് ഒറ്റയ്ക്കായി. പിന്നെ അതിന് ശേഷം മോള് ഈ കഴിഞ്ഞ മാസം തൊട്ടാണ് മോളും കൂടെ കൂടിയത്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് വീണ്ടും ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു. അങ്ങനെ സ്ഥിരം ആശുപത്രി കേസൊക്കെ ആയതിൻ്റെ പേരിലാണ് മക്കളങ്ങ് ഏറ്റെടുത്തത്. അപ്പം എന്തെങ്കിലും ജീവിക്കാനൊരു വരുമാനം വേണ്ടേ. പെൻഷൻ ഉണ്ടായിരുന്നു, അതും ഇപ്പം കിട്ടുന്നില്ല. അപ്പം ജീവിതമാർഗമായിട്ട് ഇത് നോക്കിയതാണ്. അവർക്കും പിന്നെ വലിവുണ്ട്, പിന്നെ തൈറോയിഡിൻ്റെ അസുഖമുണ്ട്, ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പം അത് സംബന്ധമായിട്ട് അവർക്കും വെളിയിലൊന്നും ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പം കുഞ്ഞുങ്ങൾ ഒരു വീട്ടിലെ സാഹചര്യം മനസ്സിലായി. ആശുപത്രി പോകാനായാലും വീട്ടു ചെലവായാലും എല്ലാം നടന്നു പോകണമല്ലോ. അതിൻ്റെ പേര് അവരേറ്റെടുത്തതാണ്. അതുകൊണ്ട് ഇപ്പം മുന്നോട്ട് ജീവിച്ചു പോകും. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.